നമസ്കാരം. വീണ്ടും മണിപ്പേച്ചു മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഗോൾഡ് റേറ്റ് റിക്കവറി ആയിരിക്കുന്നു. ഇന്ന് രാവിലെയാണ് റിക്കവറി ആയിരിക്കുന്നു. പക്ഷേ ഏർലി മോർണിംഗ് അവിടെ ഡൗൺ ആയിരിക്കുന്നു. ഇന്ന് ഈവനിങ് അല്ലെങ്കിൽ നാളെ ഇത് ഡൗൺ ആവാൻ സാധ്യതയിരിക്കുന്നു. ഇപ്പോൾ ഇരിക്കുന്ന റേറ്റ് പടി നോക്കുമ്പോൾ 22 ക്യാരറ്റ് ഗോൾഡ് വന്നിട്ട് 14,500 പ്ലസ് ടാക്സ് ആണ്. ഞാൻ ഇത് തന്നെ നിങ്ങളടുത്ത് പറയുന്നു 13,500 to 14,500 അകത്ത് ചുറ്റിക്കൊണ്ടേയിരിക്കും. വൺ മോർ ഡേ ഇൻ 14,500 ഒരു ദിവസം കൂടെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. 18 ക്യാരറ്റ് ഗോൾഡ് 12,400 രൂപയാണ്. അതുപോലെ തന്നെ 24 ക്യാരറ്റ് 15,880 ഇരിക്കുന്നു. ഇതേ റേഞ്ചിൽ തന്നെ ഗോൾഡ് ഇരിക്കും. സിൽവർ കയറി ഇരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ അതിനങ്ങനെ നിങ്ങൾ തീരെ വിശ്വസിക്കേണ്ട. വെള്ളി കയ്യിൽ ഇരിക്കുവാണെങ്കിൽ വർക്കാണ് എന്ത് റേറ്റ് എന്ന് നിങ്ങൾ ചോദിച്ചോ. നിങ്ങൾ ഏത് റേറ്റിന് വാങ്ങും എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ചോദിച്ചറിഞ്ഞിരിക്കണം. റേറ്റ് നിങ്ങൾ വാങ്ങണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ വെള്ളി വാങ്ങുന്നവർക്ക് ഇന്ന് റേറ്റിന് ഒരു വലിയ ഡിഫറൻസ് ഇരിക്കും. US ഡോളർ പെട്ടെന്ന് കയറിയിരിക്കുന്നു. രൂപ താഴെ ഇറങ്ങിയിരിക്കുന്നു. 91.10 ഇരിക്കുന്നു. RBI റിലാക്സ് ആയിരിക്കുന്നു. ട്രേഡ് ഡീൽ തീർന്നതിന് ശേഷം ഈ 91.90 90.15 90.40 വരയ്ക്കും പോയി. ഇപ്പോൾ ടാപ്പിലിരുന്ന് 70 പൈസ ഗോൾ വിട്ട് ബൊത്തിന് താളെ വിളിന്നിരിക്കുന്നു. നാക്കോ ഫാർമ ഇന്ന് 2.5% അപ്പാണ്. തങ്കമയിൽ ഡൗൺ ആണ്. ഇൻഫി, വിപ്രോ, TCS, HCL എല്ലാം അവരിൽ കയറിയിരിക്കുന്നു. R30 ടോട്ടലായിട്ട് 51 പോയിന്റ്സ് അപ്പാണ് ഇന്ന്. മാർക്കറ്റ് 51 പോയിന്റ് അപ്പ്. ബാങ്ക് നിഫ്റ്റി ഡൗൺ ആണ്. ഇത് ബേസിക്കലി എവിടെയും പോയില്ല. മാർക്കറ്റ് എവിടെയും പോയില്ല എന്നത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ നമുക്ക് ഗ്ലോബൽ ന്യൂസിനെ നോക്കാം. IMF എന്ത് പറയുന്നു എന്നാൽ ചൈന വന്നിട്ട് ഗ്ലോബൽ എക്കോണമിയെ റിസ്റ്റാർട്ട് ചെയ്യുന്നു. അവരുടെ ലോക്കൽ സ്ഥലങ്ങളിൽ ഇരിക്കുന്ന കൺസംഷനെ കുറച്ച് വെളിനാടുകളിൽ എക്സ്പോർട്ട് ചെയ്ത് കാശിനെ അവർ ചേർക്കുന്നു. ചൈനയുടെ ട്രേഡ് സർപ്ലസ് ഗ്ലോബലാവെന്ന് എല്ലാത്തിനെയും സെറ്റിൽ ചെയ്യുന്നു എന്ന് പറയുന്നു. സോ ഈ ചൈന സർപ്ലസ് US ടാരിഫ് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചത് നടന്നില്ല. അതുപോലെ തന്നെ US അസറ്റ്സിനെ ചൈന വിൽക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ചൈന എന്താണ് വാങ്ങുന്നു? ഈ പൂമ കമ്പനിയെ വാങ്ങിയതുപോലെ നല്ല കമ്പനികളെയും ഗോൾഡിനെയും അവർ വാങ്ങുന്നു. ഇതാണ് ക്ലിയർ ആയിട്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പോയ ആഴ്ച ഫുള്ളായിട്ട് ലൂണാർ ന്യൂ ഇയർ ടൈമാണ്. എന്താ വലുതായിട്ട് ഓപ്പറേറ്റ് ചെയ്തില്ല. നമുക്കുള്ള അറിയാനുള്ള കാര്യമാണ്. പക്ഷെ ഒരു അനലിസ്റ്റ് എന്ത് പറയുന്നു എന്നാൽ കമാഡിറ്റി റാലി ഓവർ, ഈ സിൽവർ, കോഫി, ടീ എല്ലാം ഓവർ, ഗോൾഡിലും ഓവർ എന്നാണ് പറയുന്നത്. എന്നെ പൊരുത്തമാട്ടിൽ എന്തെന്ന് വെച്ചാൽ ഗോൾഡ് വരയ്ക്കും ഇങ്ങനെ തന്നെ ഇരിക്കും. ആളെയും പോവില്ല, മേളിലും പോവില്ല. ജൂണിൻ്റെ ശേഷം കെവിൻ വാഷ് വന്നതിൻ്റെ ശേഷം എന്ത് അവർ ചെയ്യുന്നു എന്ന അനുസരിച്ചാണ് ഗോൾഡ് പോവും. അതായത് ഇന്നലെ US മീറ്റ്സ് ഓഫ് ദി മീറ്റിംഗ് വന്നായിരുന്നു ഹെഡ്. അതിൽ ചില ഗവർണേഴ്സ് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ ആക്ച്വലി ഈ റേറ്റിന് കുറയ്ക്കണമെന്നില്ല, റേറ്റിന് കയറ്റണം. ആക്കിഷ് പൊസിഷനെ എടുത്തിരിക്കുന്നു. അതായത് വിലവാശി കയറുവാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിനെ കയറ്റണം എന്നാണ്. എൻ്റെ ഒരു വശം ഇൻട്രസ്റ്റ് റേറ്റിനെ കയറ്റുവാണെങ്കിൽ ഗോൾഡ് വീഴും. അല്ല, ഒരു യൂട്യൂബിൽ ഗോൾഡൊക്കെ വന്ന് 1980 തന്നെ വീഴുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1980 ഗോൾഡ് വീഴുന്നതാണെങ്കിൽ ആ സമയം ഇൻട്രസ്റ്റ് റേറ്റ് 20 വരയ്ക്കും ചെന്നായിരുന്നു. ഇന്ന് അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് 20 പോയെങ്കിൽ അമേരിക്കൻ ഇക്കോണമിയെ ഇരിക്കത്തില്ല. ട്രംപ് ഇപ്പോൾ തന്നെ ഇൻട്രസ്റ്റ് റേറ്റിനെ ഗോൾഡ് റേറ്റിനെ കയറ്റേ എന്നാണ് പറയുന്നത്. കാരണം ഈ ഗോൾഡ് റാലി ഓവറോളായിട്ട് ഉണ്ടായില്ല എന്നതിന് അമേരിക്കൻ ഡോളറും ഇൻട്രസ്റ്റ് റേറ്റും തന്നെ ഡിസൈഡ് ചെയ്യും. ഇതാണ് ഒരു ആദ്യത്തെ സ്റ്റെപ്പ്. ഞാൻ കമോഡിറ്റി റാലിയെക്കുറിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചത്. അടുത്തത് ഗോൾഡ് വന്നിട്ട് റേഞ്ച് ബൗണ്ടായിട്ടാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. 5000 താഴെ മേളിൽ എന്ന് പറഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ നടക്കുമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജൂൺ മാസം വരയ്ക്കും. ജൂണിൻ്റെ ശേഷം തന്നെ നമുക്ക് ഈ ഡയറക്ഷനെ കുറിച്ച് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഫെഡറൽ ചീഫ് മാറുന്നു. സൺസ് എന്ത് പറയുന്നു എന്നാൽ ഞങ്ങൾ ചന്ദ്രശേഖറിനെ 3rd ടേമിന് അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ പോകുന്നു. മിയർ മുമ്പേ അപ്പോയിൻ്റ് ചെയ്യും. 5 വർഷത്തിനാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. ടാറ്റയ്ക്ക് എക്സെപ്ഷൻ വാങ്ങിയതുപോലെ MT റിട്ടയർമെൻറ്റ് 65 എന്ന റൂളിന് ഇവർക്ക് വേണ്ടി 70 വരയ്ക്കും ഞങ്ങൾ മാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു നന്നായിട്ട് എക്സിക്യൂഷനൊക്കെ ചെയ്യും. വളരെ ഡിഫിക്കൽട്ട് ടൈം ഫുൾ ടീമിനെ നല്ലോണം ഡീൽ ചെയ്യുന്നു ഞാൻ പറഞ്ഞിരിക്കുന്നു. EGM വിട്ട് സാങ്ഷൻ ആകും എന്ന് തോന്നുന്നു. TC എന്ത് ചെയ്യുന്നു എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്ത് പ്ലാറ്റ്ഫോമിൽ 10 മില്യൺ ഫാമേഴ്സിന് റീച്ച് ചെയ്യേണ്ടതുപോലെയാണ് അവർ ചെയ്യുന്നു. 1 മില്യൺ എന്ന് പറയുന്നത് 10 ലക്ഷമാണ്. 1 കോടി ഫാർമറിനെ റീച്ച് ചെയ്യണം എന്ന് പറയുന്നു. 2022 ടെസ്റ്റ് ചെയ്തതിൽ ആൾറെഡി 22 ലക്ഷം ഫാർമറിന് ഇത് ചെന്നെത്തിയിരിക്കുന്നു. ഇതിൻ്റെ പേര് ITC മാർസ് എന്നാണ്. എന്തൊക്കെ വെച്ചാൽ അവർ എന്ത് ചെയ്യുന്നു എന്നാൽ
ഏത് വിതയാണ് യൂസ് ചെയ്യണം, എന്ത് വിലയ്ക്ക് വിൽക്കാം, എത്ര ദൂരമാണ് ഫെർട്ടിലൈസർ യൂസ് ചെയ്യാം, ഇതുപോലെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് തരും. ത്രൂ സെൽഫോണാണ് നടക്കുന്നത്. സൈഡസ് ലൈഫ് സയൻസസിന് എന്തായി എന്ന് വെച്ചാൽ FDA വന്നിട്ട് കൊസെൻഡ എന്ന് പറയുന്ന ടാബ്ലറ്റിന് അമേരിക്കയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്രൂവൽ വാങ്ങിയിരിക്കുന്നു. എന്നിട്ട് പാർട്ട് ട്രീറ്റ്മെൻറ്റ് അതിനു വേണ്ടി അമേരിക്കയിൽ കിട്ടിയിരിക്കുന്നതാണ്. റെട്ടിഗാർ എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ ഇംഗ്ലണ്ടിൽ ചെന്ന് മെർക്കുറി കമ്പനിയിലിരുന്ന് ഹാർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ഡ്രഗ്സ് വാങ്ങിയിട്ട് വന്നിരിക്കുന്നു. $32 ബില്യൺ കൊടുത്താണ് വാങ്ങിയിരിക്കുന്നത്. ഇത് ഒരു ഗൈനക്കോളജിസ്റ്റ് പ്രോഡക്റ്റാണ്. ഈ TVS മോട്ടോർ നമ്മളെ ഊർക്കാരൻ ചേർന്ന് ഒരു പുതിയ സാധനം ചെന്നിരിക്കുന്നു. ഇന്തോനേഷ്യയിൽ 19 വർഷമായിട്ട് മോട്ടോറൊക്കെ തയ്യാറിച്ചിട്ടിരുന്ന ആൾക്കാർ ഇത് പ്രാവശ്യം ഇന്തോനേഷ്യയിൽ 10 ലക്ഷം വണ്ടിയുടെ ക്രോസ് ചെയ്തിരിക്കുന്നു. TVS മോട്ടോറിൽ 10 ലക്ഷം വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു, അതും ഇന്തോനേഷ്യയിൽ. ഇത് ന്യൂസ് ഇപ്പോൾ പുറത്താണിരിക്കുന്നു. TCSൻ്റെ CEO എന്ത് പറയുന്നതെന്നാൽ കാരണം ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടുമേ അല്ലാതെ നീഡൊന്നും കുറയത്തില്ല എന്ന് ഒരു ന്യൂസ് കൊടുത്തിരിക്കുന്നു. ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ത് പറയുന്നുവെന്നാൽ ഹൈ എൻഡ് സോപ്പ്, ചീപ്പ് പൗഡറൊക്കെ റെഡി ചെയ്യാൻ 2000 കോടി ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. LIC അവർ 17.5 ലാക്ക് ഇരിക്കുന്ന പോർട്ട്ഫോളിയോയിൽ ടാങ്കിനെ വിറ്റ് ITA വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിന് ശേഷം ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഡിസ്പ്യൂട്ട് വന്നിട്ട് ഡസൻ ബാങ്കിലും ജെൻസോൾ എന്ന് പറയുന്ന കമ്പനിയിൽ നടന്ന ഫ്രോഡിനെയും വ്യൂ ചെയ്ത് ക്വിക്കായിട്ട് തീർപ്പ് പറയാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സോല മാത്രം തന്നെ 27 രൂപയ്ക്ക് വിൽക്കുന്നു. 13 IPO വന്നിട്ട് അവർ IPO പ്രൈസിന് താഴെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ മോത്തിലാൽ എന്നൊരു കമ്പനി ഇരിക്കുന്നു. സ്പ്രിംഗ് കോൺട്രാക്ട്സ് എന്ന പത്രിക എന്ത് പറയുന്നു എന്നാൽ മോത്തിലാൽ ഓസ്വാൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ 350 കോടി രൂപ നഷ്ടമാകാൻ്റെ ചാൻസസ് ഇരിക്കുന്നു. ഓല ഇലക്ട്രിക്കിന് അവരെ ഇഷ്ടത്തിന് വാങ്ങിയിരിക്കുന്നു. മറ്റവരൊക്കെ 50 രൂപയിലിരുന്നതിന് വിൽക്കുന്ന സമയം ഇവർ അകത്ത് പോയി വാങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു. പോകുകയാണെങ്കിൽ 350 കോടി രൂപ സ്വാഗയാണ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് 350 കോടി രൂപ ലോസ് വരാൻ നല്ല ഒരു ചാൻസ് ഇരിക്കുന്നു മോത്തിലാൽ ഓസ്വാളിൽ. ലിസ്റ്റിംഗ് ഗെയിൻസിൽ പല കമ്പനികൾ 70-80% ഡൗൺ ചെയ്തിരിക്കുന്നു റിപ്പോർട്ട് പറയുന്നു. അതിനുശേഷം സ്മാൾ ക്യാപ് കമ്പനീസൊക്കെ വന്ന് ഇത് പീക്കിൽ നിന്ന് 40% താഴെ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഹൊട്ടപ്പൻ എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ അമേസോൺ ഷെയർസിനൊക്കെ വിറ്റ് ആ കമ്പനി ഷെയർസിനെ പബ്ലിഷ് ചെയ്യുന്ന ഷെയർ നോക്കി വാങ്ങിയിരിക്കുന്നു. അങ്ബക് പിൻകേഴ്സ് വന്നിട്ട് ഇതിൽ 1600 കോടി രൂപ കൊടുത്ത് ഗ്രേസ് ഹെൽത്ത് എന്ന കമ്പനീനെ അങ്ങാൻ്റെ ടാക്സ് അഡ്വാൻസ് സ്റ്റേജസിൽ പോയിരിക്കുന്നു. അങ്ബക് പിൻകേഴ്സ് വന്നിട്ട് ഇന്ത്യൻ ഫാർമയിൽ അവരുടെ ബെറ്റിനെ ഇൻക്രീസ് ചെയ്യുന്നു. ഫട്ടപ്പുപ്പന് ആപ്പിളിനെയും അമേസോണിനെയും വിറ്റ് ഗൂഗിൾ പൊസിഷനെ സെയിമാ വെച്ച് ആഷ് ബൈനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ സമയം കൊണ്ട് ഒരാളായിട്ട് മാർക്കറ്റ് വീഴാൻ എല്ലാവരും കാത്തിരിക്കുന്നു. നമ്മളും അതിനാണ് കാത്തിരിക്കുന്നു. കറക്റ്റായ സമയം പട്ടാസ് ലിസ്റ്റിൽ 1-2 എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യാം. വലുതായിട്ട് റിസ്ക് ഒന്നും എടുക്കേണ്ട. 1.5 വർഷമായിട്ട് മാർക്കറ്റ് എവിടെയും പോയില്ല. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.